So next topic is the process of human resource planning or manpower planning. So we have discussed the different classification of manpower planning, that is short-term manpower planning and long-term manpower planning. Now we are going to learn the process of HR planning or manpower planning. So we want to know what are the steps comes under the manpower planning. The first one is preparation of manpower inventory. So the first step is preparation of manpower inventory. The human resource planning is done mainly to avoid overstaffing and understaffing. So for this purpose, there should be a stock of existing staff must be ascertained and kept. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് അസർട്ടൈൻ ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഓർഗനൈസേഷനിൽ ഓവർ സ്റ്റാഫിങ്ങും അതുപോലെ അണ്ടർ സ്റ്റാഫിങ്ങും അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മാൻ പവർ ഇൻവെൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്. സോ മാൻ പവർ ഇൻവെൻട്രി റെഫേഴ്സ് ടു ദ അസസ്മെൻറ്റ് ഓഫ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ capabilities of employees quantitatively and qualitatively. So we are assessing. So in the manpower inventory preparation, it involves the determination of employees to be inventoried, then the cataloging factual background information of each employee, systematic appraisal of each individual, listing the present and potential abilities and aptitude of each employee in the organization. സോ മാൻ പവർ ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റീസ് ക്വാണ്ടിറ്റേറ്റീവ്ലിയും ക്വാളിറ്റേറ്റീവ്ലിയും അനലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര തരം എംപ്ലോയീസ് ഉണ്ട്, അവരുടെ പൊസിഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അവരെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയും അവരുടെ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്യുക. അതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവ്രി എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ എബിലിറ്റീസ്, ആപ്റ്റിറ്റ്യൂഡ്, അതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി. And we can move to the second one, that is forecasting manpower needs. This is the important part of manpower planning. So in human resource requirements, the forecasted are on the basis of production, sales budgets, workload analysis, labor turnover, absenteeism, idle time, etc. ഇപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ഏതൊക്കെ ടൈമിലാണ് ആവശ്യമുള്ളത്, മാൻ പവർ നീഡ്സിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ് അല്ലേ. മാൻ പവർ റിക്വയർമെൻറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ പ്രൊഡക്ഷൻ്റെ ടൈമിൽ സെയിൽസ് ബഡ്ജറ്റ്, നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ലോഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്യും, ലേബർ ടേൺ ഓവർ എങ്ങനെയാണെന്ന് നോക്കും, നമ്മളുടെ ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേര് അൺനെസസറി ലീവുകൾ എടുക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഐഡിയൽ ടൈം, പിന്നെ ഓർഗനൈസേഷനിലെ ട്രാൻസ്ഫേഴ്സ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു 1000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ എത്ര പേര് ട്രാൻസ്ഫർ ചോദിക്കുന്നുണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ആർക്കൊക്കെ പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്യണം, എത്ര റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്, ഇതെല്ലാം അത് ഫോർകാസ്റ്റ് ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, and the third step is preparation of manpower chart. So the HR planners preparing different types of chart to project the manpower requirements. The chart will show that who will be promoted to the coming year and what are the number of vacancies and who will retire in the coming years. Okay, it also show the age, then number of man and woman. അപ്പോൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തു, ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാൻ പവർ ചാർട്ട് പ്രിപ്പയർ ചെയ്യും. ഈ മാൻ പവർ ചാർട്ടിലാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ കമ്മിങ് ഇയർ മീൻസ് ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ഇയറിൽ എത്ര പേര് പ്രൊമോഷൻ വരുന്നുണ്ട്, എത്ര വാക്കൻസീസാണ് വരുന്നത്, ആരൊക്കെ റിട്ടയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ ഏജ്, അതിൽ എത്ര മെൻ ഉണ്ട്, എത്ര വുമൻ, ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെയാണ് തേർഡ് പോയിന്റിൽ വരുന്നത്, തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്.
And the fourth step is preparation of manpower plans. So manpower plan must be prepared for short period or for long period. ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഷോർട്ട് റേഞ്ച് ഓഫ് ഷോർട്ട് റേഞ്ച് പ്ലാനാണ്. അതിൽ കൂടുതലും ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ്, പിന്നെ നമ്മൾക്ക് സപ്ലൈ ഓഫ് മാൻ പവർ, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് സ്കീംസ്, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഷോർട്ട് പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ്റെ ടൈമിലോ അതല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്തോ അങ്ങനെ ഇമ്മീഡിയറ്റ് പർപ്പസാണ് നമ്മൾ ഷോർട്ട് പീരീഡിൽ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ദ ലോങ് റേഞ്ച് പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് expected change in the corporate structure, then business environment, personnel policies, and demand and supply of qualified personnels. സോ ലോങ് റേഞ്ചിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരാൻ പോവുകയാണ്, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് എൻവിറോൺമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുകയാണെന്നെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും, ഹയർ ചെയ്യും, സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് ഡെവലപ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ പേഴ്സണൽ പോളിസീസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ കോൺട്രാക്ട് ബേസിസിലൊക്കെ എംപ്ലോയീസിനെ നമ്മൾ ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യാറുണ്ട്. സോ അത് എൻഡ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത് എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ആർ ഡിസൈൻ ടു എൻഷുർ ദ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ട്രെയിൻഡ് പീപ്പിൾ ഓർ റിക്രൂട്ട്മെൻറ്റ് ത്രൂ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രെയിനിങ്ങും കരിയർ ഡെവലപ്മെൻറ്റ് പ്ലാൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ലോങ് ടേം റേഞ്ചിൽ നമ്മൾ മാൻ പവർ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യും. This is the fourth step. And the fifth one is employment program. Employment program includes the recruitment, selection, placement, performance appraisal, transfer and promotion. ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് ബെസ്റ്റ് പേഴ്സണെ നമ്മൾ ചൂസ് ചെയ്യുന്നു, ദാറ്റ് ഇസ് സെലക്ഷൻ. ആഫ്റ്റർ ദാറ്റ് പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്തു, ആ എംപ്ലോയി അവിടെ പ്ലേസ്ഡ് ആയതിനു ശേഷം നമ്മൾ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വി ആർ ഗിവിങ് ട്രാൻസ്ഫർ ഓർ പ്രൊമോഷൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതാണ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് പ്രോഗ്രാമായിട്ട് HR പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നു. സോ ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇൻക്ലൂഡ്സ് 5 steps that are preparation of manpower inventory, forecasting manpower needs, preparation of manpower chart, preparation of manpower plans and employment programs.